നമസ്കാരം. ഇറാന്റെ ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇനി ഇതാ അടുത്ത ആക്രമണം ഹോർമൂസിലേക്കാണ്. ഇറാന്റെ ആണവ കേന്ദ്രമായിട്ടുള്ള ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള മേഖലയായ ഇസ്ഫഹാൻ മേഖലയെ തകർത്തെറിഞ്ഞു. അതൊരു അഗ്നിഗോളമായി മാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനി അതാ അടുത്ത ആക്രമണത്തിന്, ഹോർമൂസിലേക്കുള്ള അടുത്ത ആക്രമണത്തിന് കൂടി ഇസ്രായേൽ സജ്ജമായിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും വരുന്നുണ്ട്. ഇനി ഹോർമൂസ് കൂടിയേ ബാക്കിയുള്ളൂ. മറ്റ് എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ കീഴടക്കി എന്ന് തന്നെ പറയാം. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യം ആക്രമണം, അത്ര ശക്തമായ ആക്രമണമാണ് നടത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അമേരിക്ക ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇറാൻ്റെ മേൽ നടത്തിയത്. അത്തരത്തിൽ ആ ആക്രമണത്തിലൂടെ ഇന്നിതാ ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല, ഇറാൻ ലോകത്തിനെ വെല്ലുവിളിച്ചിരുന്ന, ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്ന ആ യുറേനിയം നിക്ഷേപം, ആ യുറേനിയം ശേഖരം ഇതാ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇറാന് ഇനി ഒന്നും കയ്യിലില്ല, ഒന്നും കയ്യിൽ ബാക്കിയില്ല. അത്തരത്തിൽ ഇറാൻ ദുർബലമാക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി ഹോർമൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹോർമൂസ് കൂടി അടിച്ച് ഇറാനെ അവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ സുഗമമായി ചരക്ക് ഗതാഗതം നടത്തുവാൻ കഴിയുകയുള്ളൂ. ഓയിൽ തീർച്ചയായിട്ടും ഓയിൽ അതുവഴി കടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹോർമൂസ് മേഖലയിൽ കൂടി ഇറാൻ്റെ സ്വാധീനം അവസാനിപ്പിക്കുവാനാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ആ ഒരു തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമേരിക്ക ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഹോർമൂസ് ഇനി ആര് നോക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുവഴി കടന്നു പോകുന്ന, അതുവഴി ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങൾ തന്നെ ഹോർമൂസിൻ്റെ സുരക്ഷ നോക്കണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞു അടുത്ത 48 മണിക്കൂറിനകത്ത് ഈ ഹോർമൂസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇറാനെ അതിശക്തമായ രീതിയിൽ ആക്രമിക്കും എന്ന തരത്തിൽ അമേരിക്ക പറഞ്ഞിരുന്നു. അതായത് ഇറാൻ്റെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുമെന്നും ഇറാനെ ഇരുട്ടിലാക്കും എന്നും അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ ആ 48 മണിക്കൂറിനിടെ തന്നെ വീണ്ടും അമേരിക്ക വാക്കുമാറ്റി വെടിനിർത്തലിലേക്ക് വന്നു. വീണ്ടും ഇത് ആക്രമണത്തിൻ്റെ പല സാധ്യതകളും പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ പരിസമാപ്തിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ എസിമെട്രിക് യുദ്ധത്തിൽ വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ അത്യവസാനം നടത്തിയ ആ ഒരു ശക്തമായ ആക്രമണത്തിൽ ഇറാൻ നിലം പരിശായിരിക്കുകയാണ്. യുദ്ധത്തിൽ ഒരാഴ്ച വന്ന ചെലവ് എന്ന് പറയുന്നത് 11.3 ബില്യണാണ്. ഓരോ ദിവസവും 1 ബില്യണിലധികം ചിലവാക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം 34 ബില്യൺ ചിലവ് യുദ്ധത്തിനുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടപ്പെടുന്നത്. അങ്ങനെ ആ രീതിയിൽ യുദ്ധം വളരെ ശക്തമായി, വളരെ ചെലവേറിയ തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയത്. ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ എന്തായാലും ഇറാൻ്റെയോ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ ഒക്കെ കയ്യിൽ വലിയ രീതിയിലൊരു സാമ്പത്തിക ശോഷണം തന്നെ നടക്കും എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വരുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ഇറാൻ ഇങ്ങനെ പോയാൽ, അതായത് ഇറാൻ ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഹോർമൂസ് ഇടനാഴി അടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ ബാബ്-അൽ മന്ദബ് കൂടി അടച്ചിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അതുവഴി ഹൂതികളെ കൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനോട് സൗഹൃദപരമായി പെരുമാറുന്ന രാജ്യങ്ങളുടെ കപ്പൽ പോവുകയോ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പൽ പോവുകയോ, അമേരിക്കയുടെ കപ്പൽ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മേഖലയിൽ കൂടി ഹൂതികളുടെ ഒരു ആക്രമണം നടത്തുവാൻ വേണ്ടി പദ്ധതിയിടുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടിച്ചു തകർക്കുവാൻ വേണ്ടിയിട്ട്, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ ഇറാൻ്റെ സ്വാധീനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ വലിയ ഒരു ശതമാനം ഇടിയുന്നൊരു കാഴ്ച. ഇപ്പോൾ 5% ട്രേഡ് മാത്രമാണ് ഹോർമൂസിലൂടെ നടക്കുന്നത്. അങ്ങനെ ഹോർമൂസ് ഇടനാഴിയിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയപ്പോൾ തന്നെ ലോകത്തിന് വലിയ നഷ്ടമുണ്ടായി. ഇനി ബാബ്-അൽ മന്ദബ് അടച്ചിടുന്ന ഒരു ഘട്ടത്തിലേക്ക്
കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം തന്നെ ആയിരിക്കും അത്. കാരണം ബാബൽ മന്ദബിൽ കൂടി ചെങ്കടലിലേക്കുള്ള യാത്ര കൂടി തടസ്സപ്പെടും. അങ്ങനെ സൂയസ് കനാൽ വഴിയുള്ള ഒക്കെയുള്ള വലിയ ഈ ട്രേഡ് റൂട്ട് അങ്ങനെ അടച്ചിടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അതുവഴി പോകുന്ന കപ്പൽ ഗതാഗതം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അവസാനിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് ലോകത്തിന് കാണേണ്ടി വരിക. അത്തരമൊരു സാഹചര്യം ലോകത്തിന് ഉണ്ടാകാതിരിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഹോർമൂസ് ഉടനടി തന്നെ ആക്രമിക്കണം എന്ന ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ ശക്തമായ ആ തീരുമാനവുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം തന്നെയാണ് ഉണ്ടാകുന്നത്. അൽമിനാദ് യുഎയിലെ അൽമിനാദ് എന്ന അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചു. അങ്ങനെ ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും ഇറാൻ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. 200ഓളം സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ അൽമിനാദിൽ ജോലി ചെയ്യുന്നത്. ഇവരുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ശക്തമായ ആക്രമണം തന്നെയാണ് ഇറാൻ ഇപ്പോഴും നടത്തുന്നത്. ഇറാൻ അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇറാഖിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ പ്രിസിഷൻ സ്ട്രൈക്ക് വളരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടത്. ഇതൊരു എസിമെട്രിക് ഈ യുദ്ധത്തിൽ വലിയ ശക്തമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വരുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ശക്തമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും ഈ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടക്കച്ചവടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് അവിടുത്തെ ജനപിന്തുണ വളരെ വലിയ രീതിയിൽ തന്നെ താഴോട്ട് ഇടിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 25% പേരുടെ പിന്തുണ മാത്രമാണ് ട്രംപിനുള്ളത്. അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റ്സ് ഒരു ശത്രു രാജ്യത്തെ പോലെയാണ് അമേരിക്കയോട് പെരുമാറുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന് അവിടുത്തെ സുപ്രീം കോടതി തന്നെ വലിയ ശാസനകൾ നേരത്തെ തന്നെ കൊടുത്ത ഒരു സാഹചര്യമുണ്ടായത്. അതായത് ഇന്ത്യക്കെതിരെയൊക്കെ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ പോലും ട്രംപിനെതിരെ വളരെ ശക്തമായൊരു നീക്കമാണ് അമേരിക്കയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. ആ സുപ്രീം കോടതിയെ ട്രംപും തിരിച്ചു പറയുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പ്രതിപക്ഷവും ചിലപ്പോൾ റിപ്പബ്ലിക്കൻസ് തന്നെ ട്രംപിന് എതിരാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ ഒരു വിരോധം തന്നെയാണ്, അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ട്രംപ് നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ ട്രംപ് തൻ്റെ ഭാഗത്താളെ കൂട്ടാൻ വേണ്ടി വലിയ ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. നാറ്റോയെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നാറ്റോ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായിട്ടാണ് നാറ്റോയൊക്കെ ട്രംപ് വിമർശിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ അത്ര സാരമായ രീതിയിൽ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കാനഡ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, ഇറ്റലി പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ശക്തമായ ആക്രമണമൊന്നും ഈ മേഖലയിൽ നടത്തിയിട്ടില്ല. അതിന് ട്രംപിന് വലിയ നീരസവുമുണ്ട്. ഈ ഹോർമൂസ് മേഖലയിലൊക്കെ ശക്തമായ ആക്രമണം മറ്റ് രാജ്യങ്ങൾ കൂടി നടത്തേണ്ടതാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ട്രംപ് മുഴക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കൊന്നും വലിയ വിലയൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ആക്രമണം നടന്നില്ല. ഇപ്പോൾ ഇതാ ഇസ്രായേൽ ഈ ഹോർമൂസ് മേഖലയിലേക്ക് ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള യുറേനിയം നിക്ഷേപം ഉള്ള ഇസ്ഫഹാൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് ഒരു കാരണവശാലും ഇറാന് ഇനി മറക്കാൻ പറ്റില്ല. ഇറാൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധവും തുടങ്ങി വച്ചത് ഇറാനാണ് എന്നുള്ളതാണ്. ദിമോണ മേഖലയിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇസ്രായേലികൾ ഇപ്പോൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ദിമോണയിലെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൻ്റെ തൊട്ടടുത്തായി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇറാൻ്റെ ഭാഗത്തുകൂടി ആക്രമണം ഉണ്ടായത്. അത്തരം ആക്രമണം ഉണ്ടായതിന് ശേഷമാണ് ഇസ്രായേൽ തിരിച്ച് ബുഷർ മേഖലയിലേക്കും നതാൻസിലേക്കും ഒക്കെയുള്ള ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൻ്റെ പര്യവസാനം ഉണ്ടായിരിക്കുന്നു. ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഇസ്ഫഹാൻ മേഖലയെ അടിച്ചു തകർത്തിരിക്കുന്നു. അവിടെ ഒരു തീഗോളമാക്കി മാറ്റിയെടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അലയൊലികൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്നത് ഇനി മാത്രമേ അറിയൂ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആണവ വികിരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കടലിലേക്ക് എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് അതിനി ദുരന്തത്തിൻ്റെ നാളുകൾ തന്നെ ആയിരിക്കും. അതായത് ജലശുദ്ധീകരണം നടത്തിയാണ് ഉപയോഗിക്കുന്നത്. ഈ കടലിലെ ജലം ശുദ്ധീകരണം നടത്തി ഉപയോഗിക്കുമ്പോൾ ഇതിലെ വികിരണങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ആരോഗ്യ മേഖലയെ അപ്പാടെ തകർക്കുന്ന ഒരു നീക്കം തന്നെയായിരിക്കും. എന്തായാലും ഈ മേഖലയിലുള്ള ആക്രമണം ഇറാനെ അതിശക്തമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ഇനി ഹോർമൂസ് കൂടി നഷ്ടപ്പെട്ടാൽ ഇറാൻ ഒന്നും അല്ലാതായിത്തീരും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.